മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹവന്ദനം. ഞാൻ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ചാനലാണ് എനിക്കുള്ളത്. നിങ്ങൾ കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇന്ന് ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചതായിട്ടുള്ള ഒരു ഇതല്ല, പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നു. കാരണം ഇന്ന് കത്തി നിൽക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ബോച്ചെ ഹണി റോസ് തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആ പാവപ്പെട്ട ഒരു മനുഷ്യനെ, നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനെ, അനേകരെ കൊലക്കറയിൽ നിന്ന് രക്ഷിച്ച മനുഷ്യനെ, അനേകർക്ക് ജോലി കൊടുത്തൊരു മനുഷ്യനെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുക. എന്നിട്ട് അദ്ദേഹത്തെ അപമാനിതനാക്കുക. ഒരു പ്രത്യേക ജാതിക്കോ ഒരു പ്രായത്തിനോ ഒരു സെക്സിനോ മറ്റൊരു സെക്സിനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് തൊട്ടു പിടിച്ചു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇദ്ദേഹം ആറ്റിങ്ങലിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. ആറ്റിങ്ങലിൻ്റെ TV-യിൽ ആറ്റിങ്ങൽ നടന്നതായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം ഒരു നെക്ലേസ് അണിയിക്കുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവർ തമ്മിൽ ഡാൻസ് കളിക്കുന്നു. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടവരാണ്. അത് പല യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ കണ്ടവരാണ്. അതിലവിടെ നിന്നൊന്നും അസംബന്ധമോ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ 4-5 മാസത്തിന് ശേഷം എന്ത് ബോധ്യതയാണ് ഉണ്ടായത്? ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു, എന്തോ ദേവിയുടെ പേരിൽ ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു പറയാൻ ഒരാളുടെ സൗകര്യമാണ്. അത് വഴി കൂടെ പോകുന്നതിനെ എല്ലാം കയറി പിടിക്കുന്ന എന്തിനാണ്? കൊല്ലത്ത് വെച്ച് എന്നെ ഒരു മനുഷ്യനെ ഒരുപാട് ചീത്ത പറഞ്ഞു. അവൻ തറയെ കിടക്കാണ്, ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ 2 മക്കളും ഉണ്ടായിരുന്നു. അയാൾ എന്തിനാ ചീത്ത പറഞ്ഞത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അയാളെ ചീത്ത പറയാനും പോയില്ല. എടാ, പറയുന്നവൻ പറയട്ടെ, നമുക്ക് എന്തുവാ കാര്യം ഇതിനകത്ത്? ഹണി റോസ് എങ്ങനെ വസ്ത്രം ധരിച്ചാൽ നമുക്കെന്തുവാ? ഈ നാട്ടിൽ കൊണ്ട് ജീൻസിട്ടുണ്ട് പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഞാനെന്തിനാണ് പറയാൻ പോണത്? എനിക്കതൊരു വിഷയമേ അല്ല. അതുപോലെ ദയാർത്ഥത്തിൽ പ്രയോഗിച്ചായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റുപിടിക്കാൻ പോണേ എന്തിനാണ്? ആരെങ്ങനെ വസ്ത്രം ധരിച്ചാൽ നമുക്കെന്തുവാ? ഏതെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ട് നമ്മളെ ദേഹോദ്രവിപ്പിക്കുകയോ നമുക്ക് ഇടിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേഷമാണ്. എവിടെയാണ് നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നത്? ഇത് എന്തെന്നൊക്കെയാണ് എന്തെന്നൊക്കെയാണിത് കാണുന്നത്? ഒരു നിരപരാധിയായ മനുഷ്യനെ അപരാധിയായി മുദ്ര ചെയ്യപ്പെട്ടിട്ട് ഈ ദേശത്തിലെ മാന്യരെ അപമാനിക്കാനായിട്ട് വേറെ എന്ത് വേണം? എന്നെക്കുറിച്ച് നാളെ ഒരാൾക്ക് കേസ് കൊടുക്കാമല്ലോ. അത് പറഞ്ഞാൽ മതി. എവിഡൻസ് ഒന്നുമില്ല. എന്ത് എവിഡൻസാണ്? നാളെ പോലീസ് പറയണം നിങ്ങൾ അത് ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എവിഡൻസാണ്? എവിഡൻസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക. ഇത് എന്തോ നിയമമാണ്? ആർക്കും എങ്ങനെ വസ്ത്രം ധരിക്കാനും ആർക്കും എങ്ങനെ പറയാനുമുള്ള അവകാശമുണ്ട്. അത് കേൾക്കണോ വേണ്ടോ എന്നുള്ളത് നീയാണ് തീരുമാനിക്കേണ്ടത്. ഒരാൾ ഖുറാനുമായിട്ട് നിന്റെ അടുക്കൽ വന്നാൽ നീ തീരുമാനിക്കണം നിനക്ക് ഖുറാൻ വേണോ വേണ്ടയോ എന്നുള്ളത്. അവർ പറഞ്ഞു പോവും. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പുലിയുടെ വാലിൽ കയറി പിടിക്കാൻ പോണത്? അനേക മനുഷ്യരെ സ്നേഹിച്ച ഒരു മനുഷ്യനെ, ഒരു മാന്യതയുള്ള ഒരു മനുഷ്യനെ, അനേകർക്ക് ജോലി കൊടുത്ത് ചെമ്മണ്ണൂർ ജുവലേഴ്സ് ഉണ്ടാക്കിയ മനുഷ്യനെ, ഒരാളെ കൊലക്കാരിൽ നിന്ന് വിടുവിച്ച് ഓടിയ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കണത്? ഇനി ആൾക്കാരെ മുന്നോട്ട് വരുവാനായിട്ട് അധൈര്യപ്പെടും. എന്താണ് ഇവിടെ നടക്കുന്നത്? മാന്യന്മാരെ അപമാനിക്കരുത്. സമൂഹത്തില് ഉന്നതനായ മനുഷ്യൻ താഴേക്ക് ഇറങ്ങി വന്ന് ഇത്രയധികം ചെയ്യുമ്പോൾ അതിന് ആവശ്യമില്ലാത്ത ഇതിൻ്റെ പേരിൽ കുരുക്കിലാക്കുവാൻ ആർക്കെങ്കിലും വ്യവസ്ഥ ഉണ്ടെങ്കിൽ
അതിനൊന്നും വലുതായിട്ട് നിലനിൽക്കുകയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടിച്ചു ഓടിച്ചു പിടിച്ചു ദേവോധനം ചെയ്തിട്ടുള്ള പറയട്ടെ. ബോച്ചെ നിരപരാധി, നിരപരാധികളെ ക്രൂശിക്കരുത്. ഞാനതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.